വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് രാവിലെ തന്നെ അതാ ചായ പരിപാടിയിലട്ടാ. അപ്പോൾ നോമ്പും പെരുന്നാളും കഴിഞ്ഞല്ലോ, ഇനിയിപ്പം നമ്മൾ നോർമൽ ജീവിതമായല്ലോ. അപ്പോൾ അത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉള്ളിലേക്കാണ് ചെന്നാലേ ഒരു സുഖം കിട്ടുള്ളൂ കേട്ടോ, ഒരു ഉണർവ് കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ശേഷമാണ് കേട്ടത് അടുക്കള കിച്ചണിൽ. അപ്പോൾ മോനിക്ക് രാവിലെ തന്നെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അരിക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവനക്ക് തൽക്കാലം ബ്രെഡ് മുട്ടയും മതി പറഞ്ഞപ്പോൾ അത് വെച്ചെടുത്ത് അവനെ കഴിച്ചു പോയിട്ടാ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പട്ടാണി എന്താ പറയുക, ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസിൻ്റെ മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് തലേന്ന് രാത്രി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് നല്ല പുതിർന്നിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് എന്താ ചെയ്യുക, കുക്കറിലേക്ക് ഇടാം. അപ്പോൾ ഇതിലേക്ക് ഒരു അര പീസ് ഉരുളക്കിഴങ്ങ് കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ, ഒന്നിങ്ങനെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതോടെ കുക്കറിൽ വേവുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അതിലേക്കുള്ളൊരു മസാല വേറൊരു പാനിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര പീസ് ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടാണ് ഇപ്പോൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളി മതി കേട്ടോ. അറിയാലോ, ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും അത്യാവശ്യം അതന്നെ ഒരു ഗ്രേവി ആയിട്ട് വരും. പിന്നെ ഒരുപാട് ഉള്ളിയും തക്കാളിയൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കറി പറഞ്ഞാൽ നല്ലൊരു ഇറച്ചിക്കറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കൂടിയോന്ന് ഡൗട്ട്, അപ്പോൾ ഒരു നുള്ളു ഇങ്ങോട്ട് തന്നെ എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗി ക്യൂബില്ല, ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ആ ഒരു തന്നെ മാറിക്കിട്ടും കേട്ടോ. എന്താ പറയുക, ആ ഒരു കടലൻ്റെ ആ ഒരു ചോയ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ഇറച്ചിക്കറി കൂട്ടുന്ന ഒരു ടേസ്റ്റ് വരും കേട്ടോ, ഒരു ഫീലിംഗ് വരും ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ കട്ട ചേർത്തുകൊണ്ട്. അപ്പോൾ അതാ നമ്മൾ കുക്കറിലുള്ള പട്ടാണിയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഉടച്ചെടുക്കുക കേട്ടോ. ആ കടലൊക്കെ ഉണ്ട്, ഉടച്ചെടുക്കുക ഒരു ചട്ടകം വെച്ചിട്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ രണ്ടും നല്ല ചൂടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കട്ടെ മുകളിൽ. അപ്പോൾ അതാ അടിപൊളിയ കറിയാണ് കേട്ടോ. ഇങ്ങനെ കുക്കറിൽ ഇരിക്കണ നോക്കണ്ട, സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ദോശയ്ക്കോ ദോശ അതേപോലെ പത്തിരിക്ക് ചിലർ ഞങ്ങളിവിടെ കൂട്ടാറില്ല പത്തിരിക്ക്. ദോശയ്ക്കാണ് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ സാധാ നോർമൽ ദോശയാണ് കേട്ടോ, വെള്ളപ്പല്ല, സാധാ നോർമൽ ദോശ. നമ്മൾ അരി അരച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അരി മാത്രമല്ലേ, അരിയും തേങ്ങയും മാത്രമല്ല, അതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. ഉച്ചക്കത്തൊന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കൂടുതൽ എടുക്കേണ്ട വെച്ചു. പിന്നെ ഒരു 4 മണിക്ക് ശേഷം ഞാനിന്ന് പുറത്ത് കൊണ്ട് കേട്ടോ ഒരു പൂൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ പൂളിലേക്ക് ഞാനും കുട്ടികളാണ് പോകുന്നത്. അതേപോലെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനെ അറിയാമല്ലോ, ഞാൻ ചില ബ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ. ഞങ്ങൾ ഇടയ്ക്കൊന്നും കൂടാറുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കൂടണം എന്ന് പറയലോണ്ടിട്ട് കുറേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം പൂളിൽ കൂടാന്ന് വെച്ചു. അപ്പോൾ മക്കളെ സ്കൂളിൽ ഇവിടെ കൂരിയാട് ജംസിൽ സ്വിമ്മിംഗ് പൂൾ ഓൾറെഡി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കാറുണ്ട്. ഈ പൂളിൽ ഞങ്ങൾ പോകാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ രാത്രി നല്ല വൈബാട്ടോ, നല്ല ലൈറ്റും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് രാത്രിയിലാവുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും രാത്രി വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ബുക്ക് ചെയ്തത്. അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടൊക്കെ കാലിക എടുക്കണം. സ്കൂൾ ടൈമിൽ അല്ലല്ലോ, സ്കൂൾ വെക്കേഷൻ ടൈമല്ല. അപ്പോൾ പിന്നെ സ്കൂൾ ഗ്രൗണ്ട് കാലിക എടുത്തിട്ട് അവിടെ ഓരോ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്, സ്കൂൾ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് അവരെ ക്ലബ് ഹൗസ് കേട്ടോ. സ്കൂളിൽ ക്ലബ് ഹൗസും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഈ സ്കൂളിൽ. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ്, സ്കേറ്റിങ്ങും ഒരുപാട് എന്താ പറയുക ചെസ്സും, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അവിടെ സ്വിമ്മിങ്ങും ഒക്കെ ഉണ്ട്. അവിടെ ഇതാണ് കണ്ടില്ല, ഓഡിറ്റോറിയമാണ്. അത് കുട്ടികളെ പരിപാടിയൊക്കെ നടത്താനുള്ള ഓഡിറ്റോറിയമാണ്. നല്ല ഓപ്പൺ ഓഡിറ്റോറിയം, നല്ല രസമാട്ടോ. അപ്പോൾ പൂള് ബാക്കിൽ ഇങ്ങനെ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. സ്കൂളിലെ കുട്ടികൾക്കുള്ള കേട്ടോ. സ്കൂളില്ലാത്ത സമയത്ത് ഇതേപോലെ പുറത്തേക്ക് പിന്നെ അവർ പുറത്തുനിന്നുള്ളവരെ ബുക്കിങ് ചെയ്യും. സ്കൂൾ ടൈമിൽ ഉണ്ടാവില്ല കേട്ടോ. സ്കൂൾ ടൈം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ, വൈകുന്നേരം രാത്രി അങ്ങനെയൊക്കെ. ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ പിന്നെ പകൽ ചൂടായതുകൊണ്ടേക്കാരം വെള്ളം ചൂടാകും. നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ ഇവിടെ. ഇങ്ങനെ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് പൂളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സ്വസ്ഥതയിലിരുന്ന് വലിയവർക്കടെ ഇറങ്ങാത്തവർക്കടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ അതിന് ഇങ്ങനെ സൈഡിൽ പുഴയാണ്. അപ്പോൾ നല്ലൊരു വൈബാണ്.
കണ്ടില്ല, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അങ്ങേ പുറത്ത് മീൻ പിടിക്കുന്നുണ്ട് കുറച്ച് പേര്. അവരിങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയാണ് കമൻറ്റ് വിടുന്നുണ്ട്. സ്കൂളിലെ പൂളായതുകൊണ്ട് പിന്നെ ഒരുപാട് ആഴമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഒരു സൈഡിൽ ഇതാ LKG UKG കളിക്കാനുള്ള മുട്ട് വരെയുള്ള വെള്ളമുള്ള ഒരു കെട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് കുറച്ച് ആഴത്തിൽ വരുന്നത് കേട്ടോ. അതിൽ പിന്നെ വലിയവർക്കൊക്കെ കളിക്കാം. ഈ നീന്തറിയണവർക്കൊക്കെ നല്ല വലിയ കുളത്തിലും പുഴയിലൊക്കെ നീന്തി ശീലമായവർക്ക് ഇതൊന്നും ഇഷ്ടാവില്ല കേട്ടോ. കാരണം അവർക്കൊക്കെ നിലത്ത് കാല് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ അധികം നീന്തി കളിക്കാനൊന്നും പറ്റില്ല. കുട്ടികൾക്കൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ എന്നെ പോലെ നീന്തറിയാത്തവർക്കും ഓക്കെയാണ്. എനിക്ക് നീന്തറിയില്ല, അത് അങ്ങനത്തെവർക്കൊക്കെ ഓക്കെയാണ് കേട്ടത്. ഈ നല്ല നീന്തി കളിക്കുന്നവർക്കൊന്നും ശരിയാവില്ല കേട്ടത്. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട്. ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ച എല്ലാവരും ഇല്ല. ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ പാലത്തിങ്ങുള്ള എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. പഴയ 10ാം ക്ലാസ് പഠിച്ച ഫ്രണ്ട്സാണിത്. അപ്പോൾ ഞങ്ങൾ 10ാം ക്ലാസ് പഠിച്ച എല്ലാവരും ഇല്ല. അത് ഗ്രൂപ്പ് വേറെ കേട്ടോ. ഇത് ഞങ്ങൾ ഒരേ ഏരിയയിലുള്ള കേട്ടോ. ഈ പാലത്തിങ്ങ ഏരിയയിലുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ അതാ 5-8 പേരുണ്ട്. 8 പേര് മാത്രമുള്ള ആ ഗ്രൂപ്പിൽ. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാവരും ഇപ്പം ഇന്ന് എത്തിയിട്ടില്ല. എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല. പലർക്കും ഓരോ തിരക്കായിട്ട് എല്ലാവരും എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു 4 ആളെ കൂടിയിട്ടുള്ളൂ. 4 ഫാമിലി വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി 4 ഫാമിലിക്ക് എത്താൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൂടിയപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടായിട്ട്. അപ്പോൾ അന്ന് നല്ല രസം ഉണ്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ. ഇന്ന് ആൾ കുറവായപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, രസക്കുറവുണ്ടേനും. എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിതാ നല്ല കഥകളൊക്കെ പറഞ്ഞ് ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഇരിക്കേന് കേട്ടോ. രസമാണ് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ പഴയ ഫ്രണ്ട്സിനെറ്റൊക്കെ കൂടുക എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു എന്താ പറയുക കുട്ടിത്തം കൊണ്ടുവരും കേട്ടോ. നമുക്ക് കുറേ ഇങ്ങനെ പറഞ്ഞ് പഴയതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് ഈ ക്ലാസ് ഗ്രൂപ്പിൻ്റെ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവില്ല. അതിനെക്കാട്ടിയൊക്കെ രസം ഇങ്ങനെ കുറച്ച് പേര് മാത്രം ഇങ്ങനെ പേഴ്സണലായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റോട് കൂടി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല രസമാട്ടോ. നമുക്ക് എന്തും തുറന്ന് പറയാം, എന്ത് രസമായിട്ട് പറയാം. വീട്ടിലെ കാര്യമായാലും നമ്മളെ പ്രശ്നങ്ങളായൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ കുളിയും പരിപാടി സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നുണ്ട് വൈകുന്നേരം. എല്ലാവരും മറ്റൊരു വീട്ടിൽ പോയി. ഞാനും കുട്ടികളും അങ്ങോട്ട് പോകുന്നത് വൈകിലെത്തുന്ന ഒരു കടയിൽ കയറി കുട്ടികൾക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ ആയിരുന്നു. ഓക്കെ, താങ്ക് യു.